فليعبدوا الله مخلصين له الدين صدق الله مولانا العظيم. السلام عليكم ورحمة الله. ബഹുമാന്യരായ സയ്യിദവറുകൾ, മഹാനായ ശൈഖുന അബുൽ മാലൂസ് അടക്കമുള്ള ഉലമാക്കൾ, ശരീരും സദസ്സിലുമുള്ള ഉമറാക്കൾ, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ശില്പിയും നമ്മുടെയൊക്കെ ആത്മീയ നേതാവുമായ മഹാനായ മർഹൂം ശൈഖുന സുലുവൈൽ ഉസ്താദ് മഹാനവരുകളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ബുൽമാൽ ഉസ്താദ് ഉദ്ഘാടന പ്രസംഗത്തിൽ നമുക്ക് വിവരിച്ചു തന്നു. മൂപ്പരുടെ ആ വിവരണത്തിൽ നിന്ന് തന്നെ മഹാനായ ഉസ്താദുകളെക്കുറിച്ച് ധാരാളം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മഹാനവരുകളുടെ ദറജ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. മഹാനവരുകളുടെ നേതൃത്വത്തിൽ 25 വർഷം മുമ്പ് ഇവിടെ തുടക്കം കുറിച്ച മഹത്തായ സ്ഥാപനമാണ് ദാറുൽ അശ്ശരിയ. എല്ലാവർക്കും അറിയാം. ആ സ്ഥാപനത്തിൻ്റെ 26ാമത്തെ ആഘോഷമാണ് ഇന്ന്. കഴിഞ്ഞ കൊല്ലം 25ാം കൊല്ലം സിൽവർ ജൂബിലി നമ്മൾ ആഘോഷിച്ചതനുസരിച്ച് സ്ഥാപനത്തിൻ്റെ 26ാമത്തെ ആഘോഷ ദിവസമാണ് ഇന്ന്. സ്ഥാപനം തുടങ്ങി 2 വർഷം പിന്നിട്ടപ്പോൾ മഹാനവരുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. മഹാനവരുകൾ വഫാത്തായി. ആ നിലക്ക് മഹാനവരുകളുടെ 23ാമത്തെ ആണ്ട് നേർച്ചയിലാണ് നമുക്ക് സംബന്ധിക്കാൻ അള്ളാഹു അവസരം നൽകിയിട്ടുള്ളത്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. വളരെ ആകാംക്ഷയോടെ നമ്മളൊക്കെ കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ശൈഖുന പേരൂർ ഉസ്താദ് സല്ലല്ലാഹു ഉംറഹു വനഫഅനാ ബിഉലൂമി, മഹാനവരുകളുടെ സാന്നിധ്യവും മഹാനവരുകളുടെ പ്രഭാഷണവും ദുആവും അതോടുകൂടെ ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങളുടെ സാന്നിധ്യവും ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട GM ഉസ്താദ് അടക്കം ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സിൽ നമ്മുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായിരുന്നാലും ആദ്യമായി ഞാനൊരു ആയത്ത് ഓതി. ആ ആയത്ത് ഈ സ്ഥാപനത്തിൻ്റെ തുടക്ക ദിവസം ഉസ്താദുൽ അസാത്തീദ് ശൈഖുന മഞ്ഞനാടി ഉസ്താദ് ഓതിയ ആയത്താണ്. ഓതി നമുക്ക് വിവരിച്ചു തന്ന ആയത്താണ്. രാവിലെ ഒരു 9 മണി സമയത്താണ് ദാറുൽ അശ്ശരിയുടെ തുടക്കം. ഉസ്താദുൽ അസാത്തീദ് ശൈഖുന മഞ്ഞനാടി ഉസ്താദ് ഈ പരിസരത്തുള്ള പാവപ്പെട്ട ചുരുങ്ങിയ കുട്ടികൾക്കും ഞങ്ങൾക്കെല്ലാവർക്കും സൂറത്തുൽ ഫാത്തിഹ ഓതി തന്ന് രാവിലെ ഒരു 9 മണി സമയത്താണ് ദാറുൽ അശ്ശരിക്ക് തുടക്കം കുറിച്ചത്. അന്ന് തന്നെ വൈകുന്നേരം ഇവിടെ ഒരു പൊതുപരിപാടി നടക്കുകയുണ്ടായി. ആ പൊതുപരിപാടിക്ക് ഞാനും ബഹുമാനപ്പെട്ട ബുൽമാൽ ഉസ്താദും അങ്ങനെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഹാജി സിംഗാരി അടക്കം പലരും ആ പൊതുപരിപാടിക്ക് സാക്ഷികളാണ്. അങ്ങനെ ആ പൊതുപരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് താജുൽ ഫുഖഹാ ശൈഖുന ബേക്കലും ഉസ്താദാണ്. പക്ഷേ മഞ്ഞനാട് ഉസ്താദ് രാവിലെ 9 മണിക്ക് വന്ന ആളാണ്. വൈകുന്നേരമാകുമ്പോൾ മഞ്ഞനാട് ഉസ്താദിന് ക്ഷീണമായി. ബേക്കൽ ഉസ്താദാണെങ്കിൽ ഉദ്ഘാടന പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞു. എന്നിരുന്നാലും മഞ്ഞനാടി ഉസ്താദിൻ്റെ ക്ഷീണം മനസ്സിലാക്കി താജുൽ ഫുഖഹാ ഉദ്ഘാടന പ്രസംഗം കട്ട് ചെയ്ത് മൂപ്പരുടെ ഉദ്ഘാടന പ്രസംഗം കട്ട് ചെയ്ത് മഹാനായ മർഹൂം ശൈഖുന ഉസ്താദുൽ അസാത്തീദ് മഞ്ഞനാടി ഉസ്താദിന് 2 വാക്ക് പറയാൻ അവസരം കൊടുത്തു. ആ അവസരം കൊടുത്തപ്പോൾ മഞ്ഞനാടി ഉസ്താദ് മൈക്കിൻ്റെ മുമ്പിൽ വന്ന് ഓതിയ ആയത്താണ്
ഞാനിപ്പോൾ ഇവിടെ ആദ്യമായി ഓതി കേൾപ്പിച്ചത് വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഈ ആയത്താണ് മഞ്ഞനാട് ഉസ്താദ് ഓതിയത്. എന്നിട്ട് ആ ആയത്തിനെ മഹാനവരുകൾ വിശദീകരിച്ചത് എന്തെന്നറിയോ? പൊന്മാർ ഉസ്താദ് ആ വിശദീകരണത്തിൻ്റെ സാക്ഷിയാണ്, ഞാനും അതിൻ്റെ സാക്ഷിയാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള സുലൈമാൻ ഹാജി അടക്കം പലരും അന്നുണ്ടായ പലരും അതിൻ്റെ സാക്ഷികളാണ്. ഈ ആയത്ത് ഓതിക്കൊണ്ട് മഹാനായ ഷെയ്ഖുന ഉസ്താദുൽ അസാത്തീദ് മഞ്ഞനാടി ഉസ്താദ് ആ ആയത്തിനെ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. ഇവിടെ നമ്മുടെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഒരു സ്ഥാപനത്തിൻ്റെ തുടക്കം കുറിച്ചു. മഹാനായ ഷെയ്ഖുന സുലൈമാൻ ഉസ്താദിനെ കുറിച്ചാണ് മഹാനവരുകൾ ഇങ്ങനെ പറയുന്നത്. കാരണം ശിഷ്യന്റെ പേര് ഉസ്താദിന് പറയാം, ഉസ്താദിൻ്റെ പേര് ശിഷ്യൻ പറയൽ ശരിയല്ല, അത് വീടാണ്. അപ്പം മഞ്ഞനാടി ഉസ്താദിൻ്റെ ശിഷ്യനെന്ന പ്രധാന ശിഷ്യനെന്ന നിലക്ക് മറപ്പെട്ട് കിടക്കുന്ന മഹാനായ ഷെയ്ഖുന സുലൈമാൻ ഉസ്താദിൻ്റെ പേര് പറഞ്ഞു. ആര് പറഞ്ഞു? മഞ്ഞനാടി ഉസ്താദ്. എന്താ പറഞ്ഞത്? ഇവിടെ നമ്മുടെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിച്ചു. അത് മഹാനവരികളുടെ അത് മൂപ്പരുടെ ഇഖ്ലാസ് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇഖ്ലാസ് കൊണ്ട് തുടങ്ങിയ ഏത് വിഷയവും അത് ഉയരും, അത് ഉളരും, അത് വളർന്ന് പന്തലിക്കും. ഒമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന ആയത്ത് ഈ നിലക്ക് മഞ്ഞനാടി ഉസ്താദ് വിശദീകരിച്ച് 25 കൊല്ലം മുമ്പ് ദാറുൽ ഹുസൈനിയുടെ 1-ാം ദിവസം ഇവിടെ നടന്ന പരിപാടിയിൽ മഞ്ഞനാടി ഉസ്താദ് ആയത്ത് ഓതി വിശദീകരിച്ചതാണ്. അതാണ് എൻ്റെ ഓർമ്മയിൽ നിന്ന് നിങ്ങളെ മുമ്പിൽ ഞാൻ എടുത്തുത്തിരിക്കുന്നത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഈ സ്ഥാപനത്തിൻ്റെ ബാനിയും ഈ സ്ഥാപനത്തിൻ്റെ ശില്പിയുമായ നമ്മുടെ എല്ലാമെല്ലാമായ മഹാനായ ഷെയ്ഖുന സുലൈമാൻ ഉസ്താദ് മൂപ്പരുടെ ഖൽബിൻ്റെ ഉള്ളിൽ നിന്ന് ആ ശരിയായ ഇഖ്ലാസോടുകൂടി തുടക്കം കുറിച്ച സ്ഥാപനമാണ് ഈ സ്ഥാപനമെന്ന് 25 വർഷം പിന്നിട്ടപ്പോൾ അനുഭവത്തിൽ നമുക്കൊക്കെ അത് മനസ്സിലാക്കാൻ സാധിച്ചു. അത് മഞ്ഞനാടി ഉസ്താദിൻ്റെ വാക്ക് അതാ പുലർന്ന് നമുക്ക് കണ്ടു. അല്ലാഹു ആ മഹാന്മാരുടെ ഒക്കെ ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ഈ സ്ഥാപനത്തെ അതുപോലെ സുന്നത്ത് ജമാഅത്തിൻ്റെ മുഴുവൻ സ്ഥാപനങ്ങളെയും ഖിയാമത്ത് നാൾ വരെ പുരോഗതിയോടുകൂടെ ഇസ്സത്തോടുകൂടെ അന്തസ്സോടുകൂടെ ഒരു ക്ഷീണവും ഒരു തകർച്ചയും ഒരു തളർച്ചയും ഇല്ലാതെ നീ നിലനിർത്തി തരണേ അല്ലാഹ്, നീ നിലനിർത്തി തരണേ അല്ലാഹ്. അത്തരം മഹാന്മാരുടെ കൂടെ ഞങ്ങളൊക്കെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഇന്ന് പല മഹല്ലുകളിൽ നിന്നും അടുത്തുള്ള മഹല്ലുകളിൽ നിന്നും വളരെ ദൂരമുള്ള മഹല്ലുകളിൽ നിന്നും ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങളുടെ യതീം അഗതി മക്കളുടെ ഭക്ഷണത്തിന് ആവശ്യമായ അരിയും തേങ്ങയും പഞ്ചസാരയും അടക്കയും അങ്ങനെ പല നിലക്കുള്ള വിഭവ വസ്തുക്കൾ ഇവിടെ എത്തിച്ചവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. ആ വിഷയത്തിൽ സഹകരിച്ച അതിനുവേണ്ടി അധ്വാനിച്ച പ്രവർത്തിച്ച എല്ലാവർക്കും പടച്ചവനെ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഇന്നത്തെ ഈ ആണ്ട് നേർച്ച അല്ലാഹുവേ ഞങ്ങൾക്ക് ഇതിനേക്കാൾ കബൂലിയത്തോടെ വിജയത്തോടെ ഇസ്സത്തോടെ നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. ഈ മജ്‌ലിസിലേക്ക് എത്തിച്ചേർന്നവരുണ്ട്, ഇനിയും എത്രയോ ആളുകൾ എത്തിച്ചേരാനുണ്ട്. ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പിഞ്ചോമന മക്കളുണ്ട്, ആലിമീങ്ങളുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്. പടച്ചവനെ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് സഖാഫി ഉസ്താദ് ക്ഷണിച്ചതിന് വേണ്ടി 2 വാക്ക് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സഖാഫി ഉസ്താദ് രാത്രിയും പകലും ഈ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിക്കുന്നതും ഓടി നടക്കുന്നതും പരിശ്രമിക്കുന്നതും നമ്മളൊക്കെ കാണുകയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. സ്ഥാപനത്തിൻ്റെ കൂടെ അബുൽമാർ ഉസ്താദ് ഉണ്ട്, ബഹുമാനപ്പെട്ട മർഹൂം ഷെയ്ഖുന സുലൈമാൻ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട മൂത്ത മകൻ യൂസുഫ് മദനി സ്ഥാപനത്തിൻ്റെ കൂടെയുണ്ട്. ഉസ്താദിൻ്റെ മറ്റൊരു മകൻ അബ്ദുൾ റഷീദ് പിന്നെ ഹനീഫിയും സ്ഥാപനത്തിൻ്റെ കൂടെയുണ്ട്. മാത്രമല്ല ഉസ്താദിൻ്റെ
ശിഷ്യന്മാരായ പലരും നമ്മുടെ സ്ഥാപനത്തിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ ഈ സ്ഥാപനവുമായി എല്ലാ നിലക്കും സഹകരിക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാ വർഷവും ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു 12,000 ക്യാഷ് നേരിട്ട് എല്ലാ വർഷവും സ്റ്റേജിൽ കൊണ്ടുതരുന്ന ആളാണ് നമ്മുടെ പിന്നിലിരിക്കുന്ന പെർള അബൂബക്കർ ഹാജി. ഇന്നും വന്ന് 12,000 രൂപയുടെ ക്യാഷ് എൻ്റെ കയ്യിൽ തന്ന് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു കൊല്ലത്തെ ചിലവ് കുറേ വർഷങ്ങളായി മൂപ്പർ അങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു തന്നതെല്ലാം നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ഇനും തരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. മൂപ്പരെയും മൂപ്പരെ ഭാര്യയെയും മക്കളെയും മരുമക്കളെയും പേരമക്കളെയും ഒക്കെ നീ സന്തോഷത്തിലാക്കണേ അല്ലാ, ഏർപ്പാടുകളൊക്കെ നീ ബർക്കത്തിലാക്കണേ അല്ലാ. അതുപോലെ സഹകരിക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മളെ സഹറാജ ഉസ്താദുണ്ട്, സുന്നി വൈദ്യ ഉസ്താദുണ്ട്. ഇവരെല്ലാം സ്ഥാപനത്തിൻ്റെ കൂടെ ഉള്ളവരാണ്. അങ്ങനെ പലരുടെയും പേര് എടുത്തു പറയാൻ പലരുടെയും പേര് പറയേണ്ടതുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് പേര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഓരോരുത്തരുടെ സഹകരണം അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹ് കാണാത്തൊന്നും ഇവിടെ ഇല്ലല്ലോ. അള്ളാഹുവേ എല്ലാവരും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. വലിയ സന്തോഷം നമ്മുടെ GM ഉസ്താദ്, നമ്മുടെ കർണാടകയിൽ അറിയപ്പെട്ട നമ്മളെ പ്രവർത്തകനും പണ്ഡിതനും എല്ലാ നിലക്കും സമുദായത്തിന് ആവശ്യമുള്ള കർണാടക ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു പ്രധാന മെമ്പറും കൂടി മുസാവർ മെമ്പറും കൂടിയാണ് GM ഉസ്താദ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെയൊക്കെ ഈമാൻ നീ സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളുടെയൊക്കെ ഈമാൻ നീ സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളുടെയൊക്കെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.